സംസ്ഥാനത്തെ തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ തടയാൻ നിർണായക തീരുമാനങ്ങളുമായി ഗതാഗത വകുപ്പ് രംഗത്ത്. പനയമ്പാടത്ത് വാഹനങ്ങളുടെ വേഗം കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കും. പ്രൈവറ്റ് ബസ് ഇടിച്ച് അപകടമുണ്ടായാൽ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 ദിവസമാണ് ഗതാഗത വകുപ്പ് യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത് 4 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്താണ്. ഇവിടെ സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കും. ബസ് ബേ മാറ്റി സ്ഥാപിക്കും. ഡിവൈഡർ സ്ഥാപിക്കാൻ 1 കോടി രൂപ അനുവദിക്കാനും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകാനും തീരുമാനിച്ചു. പാലക്കാടിനും കോഴിക്കോടിനുമിടയിൽ 16 സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ NHA മാറ്റം വരുത്തും. ഒരു പെർമനന്റ് ഡിവൈഡർ വെച്ചുകൊണ്ട് ആ റോഡിനെ കൃത്യമായി ഡിവൈഡ് ചെയ്യും. ജംഗ്ഷനിലുള്ള ബസ് ബേ അവിടുന്ന് മാറ്റും. ആ ബസ് ബേ ആണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സാധനം. പിന്നെ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് 16 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ കൂടുതലും വരുന്നത് രാമനാട്ടുകര ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ നടപടിയെടുക്കും എന്ന് പറയും. റോഡ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കും. സ്വകാര്യ ബസ് ഇടിച്ച് ആരെങ്കിലും മരിച്ചാൽ ബസിന്റെ പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കും. സ്വകാര്യ ബസ്സുകൾ ഇനി ആളുകളെ ഇടിച്ചു കൊന്നാൽ 6 മാസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. സ്വകാര്യ ബസ്സുകൾ ഇടിച്ച് അശ്രദ്ധമായി ഓടിച്ച് മാരകമായി പരിക്കേറ്റാൽ 3 മാസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കൂടെ ഉണ്ട് കേട്ടോ. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകും. എല്ലാ സ്വകാര്യ ബസ് ജീവനക്കാർക്കും NOC നിർബന്ധമാക്കാനും തീരുമാനിച്ചു. 24 തിരുവനന്തപുരം.